അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നേക്കും തലമുറ തോറുമാണ്. എന്താ കാര്യം? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ഇവർ രാധാദേവി ചോദിച്ചത് എന്താണ്? എൻ്റെ അനിയത്തിക്ക് ബോധം വരണമെന്നേ ചോദിച്ചുള്ളൂ, ഓപ്പറേഷൻ വിട്ടുമാറണമെന്ന് പറഞ്ഞില്ല. വചനം എന്താ പറയണത്? ഈ നമ്മിൽ രാധാദേവിയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ അവൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കൊടുത്തിരിക്കണത്. എന്താണ്? ബോധം വരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ വരെ ദൈവം വിട്ടുമാറ്റി. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ കാര്യത്തിന്? ഈ ഇവരിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. ഈ ഉടമ്പടി ഉറപ്പാണെന്ന് വെച്ചാൽ പറഞ്ഞതിൻ്റെ കാരണം നമ്മളുടെ ഈ ഉടമ്പടിയുടെ ഓരോരോ ഹോംവർക്ക്സ് ഇല്ലേ, അതാണ് ഈ നമ്മുടെ ശക്തി ബലം കൂട്ടണത്. ഇപ്പം നമ്മളെല്ലാ പ്രാർത്ഥനകളും ഇപ്പം നമുക്കറിയാമല്ലോ, അച്ഛൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, യേശു കർത്താവാണെന്ന് അല്ലേ വിശ്വാസം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് റോമാ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ ദൈവം അവനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചെന്ന് എവിടെ വിശ്വസിക്കേണ്ടത്? ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോൾ എപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്താ വിശ്വസിക്കേണ്ടത്? ഇപ്പം നമ്മൾ എഫേസ്യസ് 3:12 അവനിലുള്ള വിശ്വാസം എന്നല്ല പറയണത്. അവനുള്ള വിശ്വാസം എന്ന് പറയണത് എന്ത് വിശ്വാസം? കേവല വിശ്വാസമല്ല. അവനുള്ള വിശ്വാസം എന്ന് പറയണത് റോമ 10:9 വിശ്വാസമാണ്. അതെന്താണ്? അത് അവനുള്ള വിശ്വാസം എന്ന് പറയുന്നത് റോമ 10:9 എന്താണത്? യേശു കർത്താവാണെന്നൊരു വിശ്വാസം. എന്താണ്? അവൻ വിധിയാളനാണെന്ന വിശ്വാസം. എന്നെ നിന്നെ അന്ത്യദിനത്തിൽ വിധിക്കാൻ വേറെ ആരെയും വെച്ചിട്ടില്ല, അവൻ മാത്രമേ ഉള്ളൂ. നീ എന്നാ ജാതി ആയാലും ശരി, നിന്നെ വിധിക്കാനുള്ള ഒരാളുടെ പേര് യേശു എന്ന് മാത്രമാണ്. അതാണ് 4:12 പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നടപടി പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും എന്ന് പറഞ്ഞാൽ മറ്റൊരു നാമവും അതായത് മനുഷ്യന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നെയിമില്ല. കാര്യം എന്താണ്? നിത്യരക്ഷ സംജാതമാക്കിയത് ക്രിസ്തുവിൻ്റെ പീഡാസകനങ്ങളിലൂടെയും വീണ്ടെടുപ്പിലൂടെയും പാപത്തെ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ആ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പാപത്തിന് പരിഹാരം നമുക്ക് ലഭിക്കുകയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പങ്കാളിയായി മാറുകയും നമുക്ക് മരണമില്ലാതിരിക്കുകയും കൈയടിക്കുക. ശ്രുതികട ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴ് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയല്ല, രാധാദേവിയുടേത് ഉറപ്പാണ്. അതാണ് ഉടമ്പടി ഉറപ്പാണെന്ന് അച്ഛൻ പറയണത്. ഉടമ്പടി ഉറപ്പാകാൻ കാരണം എന്താണ്? ഉടമ്പടി ഉറപ്പാകാൻ കാരണം ഈ വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ്. ഉടമ്പടി ഉറപ്പാകാൻ കാരണം എന്താണ്? നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നന്മ പറഞ്ഞു പറയുന്ന വിശ്വാസപ്രവണമൊക്കെ ചെല്ലുന്ന ആൾക്കാരാണ്, സംശയമൊന്നുമില്ല. അത് ഒരു സിംഗിൾ ഫേസ് എക്സ്പ്രഷനാണ്. സിംഗിൾ ഫേസ് കൊണ്ട് വേണേൽ ഫാനൊക്കെ കറക്കാൻ പറ്റും, പക്ഷെ ഒരു മോട്ടർ കറക്കാൻ പറ്റാൻ 3 ഫേസ് വേണം. പറഞ്ഞ മനസ്സിലായില്ലേ? സിംഗിൾ ഫേസ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? ഫാൻ കറക്കാൻ പറ്റും, മിക്സിയൊക്കെ ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു മോട്ടർ ഒരു അർക്കമില്ലേ, തടി ഇറക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസേ പറ്റത്തില്ല. അവിടെ നിന്ന് 3 ഫേസ് വേണം. KCB പറയും 3 ഫേസ് വിളിക്കാൻ പറയും. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ 3 ഫേസ് ഉണ്ട്. എന്താണ്? പ്രാർത്ഥന ഒരു ഫേസാണ്. പിന്നത്തെ എന്തുകൊണ്ടാണ്? പ്രഖ്യാപനം. അതാണ് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ നടന്ന റാലിയില്ലേ, അതാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. എന്താണ്? 10:32 എടുത്തേ. 10:32 മത്തായി 10:32 ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ. മനുഷ്യരുടെ മുമ്പിൽ
മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇതിനാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതിന് നമുക്ക് സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. 10 മനുഷ്യർ വേറെ ഉണ്ടാകണം. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ വിശ്വാസത്തെ 10 മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു. അതെന്താ? വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ്, ഫെയ്ത്ത് എക്സ്പ്രഷനാണ്. എന്താണ്? പ്രൊമൾഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനം. പിന്നെ എന്താ ഉള്ളത്? വിശ്വാസ പ്രയോഗമുണ്ട്. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് രാധാദേവി ചെയ്തത്. വിശ്വാസ പ്രയോഗം എന്ന് പറയുന്നത് യേശു കർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്താണ്? യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ ശക്തിയാലാണ് രാധാദേവി ഉടമ്പടി തൈലമെടുത്ത് ഈ വണ്ടിയിടി കൊണ്ട് ഡെഡ് ബോഡി വീട്ടിൽ കാത്തിരിക്കുന്ന ആ ശരീരത്തിൽ കുരിശിടണത്. എന്താ കാര്യം? അപ്പോൾ കണ്ണ് തുറക്കും. ആ ഇംപ്ലിമെൻറ്റേഷനാണത്. വിശ്വാസം ഫെയ്ത്ത് എക്സ്പ്രഷനിൽ വരണത്. ഫെയ്ത്ത് എക്സ്പ്രഷൻ പ്രാർത്ഥന, ഫെയ്ത്ത് എക്സ്പ്രഷൻ പ്രഖ്യാപനം, ഫെയ്ത്ത് എക്സ്പ്രഷൻ വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ ആവിഷ്കാരം. വിശ്വാസ ആവിഷ്കാരത്തിൽ ഒന്ന് പ്രാർത്ഥന ഉണ്ട്, രണ്ടാമത്തത് പ്രഖ്യാപനം, മൂന്നാമത്തത് പ്രയോഗം. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്തുകൊണ്ടാണ് ഉടമ്പടി ഉപ്പിട്ടിട്ട് ചിലർക്കത് ഫലമില്ലാത്തതിൻ്റെ കാരണം എന്താ? രാധാദേവിയിൽ അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യണത് ഫുൾ സ്വിങ് ആയിട്ടുള്ള വിശ്വാസത്തിലാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 എടുത്തേ. റോമ 1:16 സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. വിശ്വാസം ശക്തിയാണ്. മനസ്സിലായില്ലേ? കാര്യം എന്താണ്? വിശ്വാസം എന്നത് രണ്ടിലെ നമുക്ക് ആ വിശ്വാസത്തിന് ഒരു മീഡിയം ഉണ്ടാകണം. എന്താണ്? ഒന്ന് അവനുണ്ടാകണം. കാര്യം അവനിലുള്ള വിശ്വാസമാണ്. എന്തിനെങ്കിലും ഉണ്ടായ വിശ്വാസം ഉണ്ടായ സത്യം കിട്ടത്തില്ല. കാര്യം സത്യം ആർജിച്ചത് അവനാണ്. അതുകൊണ്ടാണ് അവനിൽ എഫേസ്യസ് 3:12 പറയണത് അവനിലുള്ള വിശ്വാസം മൂലം. പിന്നെ എന്താണ്? അവനിലുള്ള വിശ്വാസമാണ് സുവിശേഷത്തിലുള്ള വിശ്വാസം. അവനിലുള്ള വിശ്വാസം തന്നെയാണ് അവൻ്റെ തന്നെ മറ്റൊരു ആവിഷ്കാരമാണ് കർത്താവിൻ്റെ വചനം. അപ്പം അവനുള്ള വിശ്വാസം പോലെ തന്നെയാണ് സുവിശേഷത്തിലുള്ള വിശ്വാസവും. അതുകൊണ്ടാണ് കർത്താവ് തുടങ്ങുമ്പോൾ തന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയണത്. ഇപ്പം മാർക്കോസിൻ്റെ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മാർക്കോസ് 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഒന്നുകൂടി പറഞ്ഞേ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. അനുതാപത്തിൻ്റെ അവസരങ്ങളാണ് ദൈവം ക്രിയേറ്റ് ചെയ്യേണ്ടത്, അനുതാപമല്ല. അനുതാപം നമ്മുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമമാണ്. ഇപ്പം യൂദാസിന് അനുതാപത്തിൻ്റെ അവസരം നൽകി. എന്താണ്? കർത്താവ് തന്നെ ദാസനായിക്കൊണ്ട് അരക്കച്ച ചുറ്റി വേലക്കാരൻ്റെ വേഷം കെട്ടി വെള്ളം എടുത്തുകൊണ്ട് ഇവന്മാരുടെ എല്ലാത്തിൻ്റെയും കാല് കഴുകി. യൂദാസിന് അവസരം കൊടുത്തതാണ്, ലാസ്റ്റ് ചാൻസ്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അവൻ മനസ്സിലാക്കിയില്ല. ഇത് മനസ്സിലാക്കിയത് കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും ഒരാൾ മനസ്സിലാക്കി. ആരാണ്? കോഴി കൂവിയപ്പോൾ ഒരു അവസരം കിട്ടി പുള്ളിക്ക്. ആർക്കാണ്? പത്രോസിനൊരു അവസരം കിട്ടി. പിന്നീട് പത്രോസ് സംഭവിച്ചെന്ന് ഹി വെൻ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി കാറ്റാഫിലയോൺ. അവൻ കരഞ്ഞുകൊണ്ടേ ഇരുന്നെന്ന് മരണം വരെ.
അനുതാപം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൽ നമുക്ക് എല്ലാ വിഷയം എപ്പോഴും കണ്ണു തോരാത്തൊരു കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ കണ്ണു തോരാത്തൊരു കാലം. അതുവഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി നമ്മൾ ശക്തീകരിക്കപ്പെടുകയും ചെയ്യും. കാര്യം അനുതാപത്തിന് ശേഷം അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണം. ആ വിശ്വാസം വഴി നമ്മൾ കൃപയാൽ, ആ അനുതാപം നമുക്ക് കൃപയിലേക്കാണ് നമ്മൾ കൊണ്ടുവരണത്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. വിശ്വാസം വഴി കൃപയാൽ ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ നമുക്ക് കൃപ എന്താണ്? ബേസിക്കായിട്ട് ദൈവശക്തിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സെൻറ്റ് പോൾ പറയുമ്പോൾ 2 Corinthians 2:12-9 എന്താ പറയണത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനമാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കണമെന്നാണ് പറയേണ്ടത്. അതിന് പകരം കൃപയുടെ ശക്തി എന്നാണ് പറയണത്. അപ്പം കൃപയുടെ തത്സമമാണ് ഈ ശക്തി എന്ന് പറയണത്. അപ്പം നമ്മൾക്ക് കൃപ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ശക്തന്മാരായി മാറും. ഉടമ്പടി ഉദ്ദേശിക്കുന്നത് അതാണ്. മനസ്സിലായില്ലേ? വിശ്വാസം എക്സ്പ്രഷനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടുന്നു, വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ശക്തി കിട്ടുന്നു, വിശ്വാസം പ്രയോഗിക്കുമ്പോൾ ശക്തി കിട്ടുന്നു, നമ്മൾ ശക്തനാകുന്നു. എന്നെ ശക്തനാക്കുന്നതിലൂടെ ടേക്ക് ദി ബ്ലെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇപ്പം രാധാദേവി അതാ സംഭവിച്ചിരിക്കുന്നത്. രാധാദേവി എന്ത് ചെയ്തു? വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനെ അവർ പ്രാർത്ഥനയിലൂടെ പ്രകടിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്ത്? അവർ പ്രഖ്യാപിച്ചു. പിന്നെ എന്ത് ചെയ്ത്? അവർ പ്രയോഗിച്ചു. ഇതെല്ലാം കൂടി അവർക്ക് കിട്ടിയത് എന്താണ്? നെറ്റ് എഫക്റ്റിൽ അവരെ എംപവറായി. പവയുടെ ഈ പവർ കൊണ്ട് തന്നെയാണ് അവർ ഈ പുതപ്പിൻ്റെ അടിയിൽ കൂടി ചത്ത് കിടക്കുന്ന ബോഡിയുടെ മുമ്പിൽ ഈ തൈലം തേക്കണത്. അപ്പോൾ ബോഡി കണ്ണു തുറന്ന് പറയും, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അപ്പം ഉടമ്പടിയാണ് നമ്മൾ ശക്തമാക്കുന്നത്. കാര്യം എന്താ? ഉടമ്പടി പ്രാർത്ഥന മാത്രമല്ല, പിന്നെന്താണ്? പ്രഖ്യാപനമുണ്ട്. ഉടമ്പടി പ്രഖ്യാപനം മാത്രമല്ല, പിന്നെന്താണ്? പ്രയോഗമുണ്ട്. ഈ 3 വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിലൂടെ നമ്മളെ ശക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരി മാതാവ് എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളുള്ളത്. എന്താണ്? നമ്മളെവിടെ പോണ്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. എന്താ കാര്യം? ദൈവത്തിൻ്റെ കൃപയുടെ ആളായ്മയായിട്ടാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അപ്പോൾ ദൈവം നമ്മുടെ ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞാണ് എല്ലാവരെയും നമുക്ക് ബൈബിളിൽ 2 സ്ഥലങ്ങളിൽ കർത്താവ് വചനം പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാണ് കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വചനപ്രഘോഷം രോഗശാന്തി പ്രാർത്ഥന എന്നൊക്കെ പണ്ട് കൺവെൻഷനിലൊക്കെ എഴുതി വെക്കുന്നതിൻ്റെ കാരണം. കാരണം വചനം കേട്ട എല്ലാവരുടെയും അവകാശമാണ് ഈ ലോക ജീവിതത്തിലെ വിടുതലും സൗഖ്യവും. നമ്മൾ ശാരീരികമായിട്ട് ഇതുപോലെ അവശതപ്പെടാനോ ഗതികെട്ട് ജീവിക്കാനോ ദൈവം ആഗ്രഹിക്കണില്ല. നിൻ്റെ ഏത് അവസ്ഥയിലും ദൈവം നിന്നെ സന്ധിക്കാൻ സഹായിക്കാൻ തയ്യാറാണ്. നീ ഇത്രമാത്രം ചെയ്താൽ മതി. കർത്താവ് പറഞ്ഞില്ലേ, മേലിൽ പാപം ചെയ്യരുത്. നീ അങ്ങനെ, അത് പാപം മാത്രമല്ല, എന്ത് വിഷയമായാലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം വീണ്ടും ആവർത്തിക്കത്തില്ലെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. എന്ന് പറഞ്ഞ മനസ്സിൽ പറഞ്ഞ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയില്ല. അതാണ് എൻ്റെ ഒരു കുറിഞ്ഞെന്ന് പറയണത്. കുറിഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ കതിനായ്ക്ക് എല്ലാവരും മരുന്നിരിക്കുന്ന സ്ഥലമില്ലേ, അവിടെയല്ലേ നമ്മളുടെ തീ കൊടുക്കണത്, എന്നിട്ടാണ് പൊട്ടണത്. അതാണ് കുറിഞ്ഞി എന്ന് പറയുന്നത്. തിരി നീണ്ടിരിക്കുന്ന സ്ഥലമാണ് കരിമരുന്നിനെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അനുതാപത്തിൻ്റെ സമ്പൂർണമായ ഫലങ്ങൾ അവിടെ ഉണ്ട്. ചെയ്തു പോയെന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് വീണ്ടും ഞാൻ ആവർത്തിക്കത്തില്ല എന്ന് പറയണത്. അത് സീരിയസ് വിഷയമാണ്. ചെയ്തു പോയെന്ന് ആർക്കും പറയാം, ഇങ്ങനെയും പറയാം, ചാകാൻ നേരത്തും പറയാൻ ചെയ്തു പോയെന്ന്. പക്ഷെ വീണ്ടും നീ ആവർത്തിക്കത്തില്ല എന്ന് പറയണതാണ് സത്യസന്ധത.
അത് മനസ്സുകൂടൊന്ന് പറയാൻ നോക്കിക്കേ. പറ്റുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ശക്തിക്ക് വേണ്ടി അമ്മയോട് ചോദിക്കുക, അമ്മ എനിക്ക് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ അവസ്ഥ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, അമ്മ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണം. നീ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, കൈകൾ കൂപ്പി. ഇനി മക്കൾ സ്തുതിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ നേരത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഒക്ടോബർ 26-ാം തീയതി ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം ജപമാലയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ഭൗതികവും ആധ്യാത്മികമായ എല്ലാ ജീവിത പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും വരാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ട്. അവരെയും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്ന് യൂട്യൂബിലേക്ക് കയറിയിട്ട് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ റാലി, ജവമാല റാലിയുടെ അത് കേട്ടിട്ട് നിങ്ങളിരുന്ന് ജവമാല ചൊല്ലണം. ആ റാലി ഓൺ ചെയ്തിട്ടിട്ട് TV-യുമായിട്ട് കണക്ട് ചെയ്തിട്ടിട്ട് നിങ്ങളിരുന്ന് ജവമാല ചൊല്ലണം. അത് നിങ്ങൾ എപ്പോൾ ജവമാല ചൊല്ലിയാലും ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ അതേ അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരും. നമുക്കിപ്പോഴേ സമാപനാശീർവാദമാണ്. സമാപനാശീർവാദത്തിനായി നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തെ സ്നേഹത്തിന് സഭയിൽ എന്നേക്കും സ്തോത്രമുണ്ടാകട്ടെ, മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ, അവൻ പാപപരിഹാരം ചെയ്തതിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന ബോധ്യത്താൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടുകൂടി നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കായി